നമസ്കാരം. അന്തരിച്ച പ്രശസ്ത നടൻ സലിംകുമാർ മരിച്ചു കഴിഞ്ഞിട്ടും വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ക്രൂരമായ പ്രചരണങ്ങൾ നടന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാംസ്കാരിക ബോധമുള്ള കേരളത്തിലാണ് ഇത്തരമൊരു അധപ്പതനമുണ്ടാകുന്നതെന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടന്ന സമയത്ത് പോലും ചത്തുകൂടെ എന്ന് ചിലർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യമായി ചോദിച്ച അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ മനുഷ്യത്വമില്ലാത്ത ക്രൂരമായ സൈബർ ആക്രമണം നടത്തിയവർ ആരാണെന്ന് കേരളം തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾക്കായി വീഡിയോ എടുക്കുന്നതിനെ നിയമം മൂലം പൂർണ്ണമായി നിരോധിക്കാൻ സർക്കാരിനോ നിയമവ്യവസ്ഥയ്ക്കോ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്നാൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും മിനിമം മാന്യതയോടെ പെരുമാറാൻ തയ്യാറാകണം. സലിംകുമാറിന്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ അനിയന്ത്രിതമായ രീതിയിൽ വീഡിയോ എടുക്കാൻ വന്നവരോട് അവിടെയുണ്ടായിരുന്ന താനും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. മരണവീടുകളിൽ പാലിക്കേണ്ട കുറഞ്ഞ പൊതുമര്യാദകൾ പോലും ലംഘിക്കുന്ന തരത്തിലാണ് പല ഓൺലൈൻ ചാനലുകളും അവിടെ പെരുമാറിയത്. സംഭവ ദിവസം മരണവീട്ടിലുണ്ടായ അനിയന്ത്രിതമായ തിരക്കും ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിപ്രസരവും കാരണം ഔദ്യോഗിക കാര്യങ്ങൾ പോലും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അന്തരിച്ച നടനോടുള്ള ആദരസൂചകമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായി പോലീസ് സംഘത്തിന് ഉപചാര വെടി അഥവാ ഗാർഡ് ഓഫ് ഓണർ വയ്ക്കാൻ പോലും അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായില്ല എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. ആൾക്കൂട്ടവും ക്യാമറ കണ്ണുകളും കാരണം പോലീസിന് തങ്ങളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കാത്ത വിധം അവിടുത്തെ ക്രമീകരണങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന സലിംകുമാറിന്റെ കുടുംബത്തിന് ശാന്തമായ അന്തിമ ചടങ്ങുകൾ നടത്താൻ പോലും അവിടെയുണ്ടായിരുന്ന സാഹചര്യം അനുവദിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കടുത്ത വിഷമത്തോടെ ചൂണ്ടിക്കാട്ടി. ഒരു കുടുംബത്തിന്റെ സ്വകാര്യതയെപ്പോലും മാനിക്കാതെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുള്ള മാധ്യമവേട്ടയാണ് അവിടെ അരങ്ങേറിയത്. സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സലിംകുമാറിന്റെ മരണശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവനകളും നിലപാടുകളും മുൻനിർത്തി വലിയ രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തലുകളാണ് ചില കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. മലയാള സിനിമയ്ക്ക് രാജ്യാന്തര തലത്തിൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തൊരു മഹാനായ കലാകാരനോടാണ് ഈ ക്രൂരത കാണിക്കുന്നത്. രോഗബാധിതനായ അദ്ദേഹം മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞപ്പോഴും സമാനമായ രീതിയിൽ വ്യാജ മരണവാർത്തകൾ പ്രചരിപ്പിച്ച് ചില സൈബർ ഗ്രൂപ്പുകൾ ആനന്ദം കണ്ടെത്തിയിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മരണവീടുകളിലും ആശുപത്രികളിലും വാർത്താ കവറേജിനായി എത്തുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൃത്യമായ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും സൂചനകളുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തെ മാനിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ അനുവദിക്കില്ല. സലിംകുമാറിനെതിരെ നടന്ന വ്യക്തിഹത്യകളെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുമെന്നും സൂചനകളുണ്ട്. പൊതുവിടങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഓൺലൈൻ ചാനൽ ജീവനക്കാർക്ക് ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. വ്യവസ്ഥാപിത മാധ്യമങ്ങളെപ്പോലും കൃത്യമായ എഡിറ്റോറിയൽ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും അതിര് കടക്കാൻ കാരണം. വെറും വ്യൂസിന് വേണ്ടിയും ലൈക്കുകൾക്ക് വേണ്ടിയും മരണവീടുകളിലെ കണ്ണീരിനെ പോലും കച്ചവടച്ചരക്കാക്കുന്ന ഈ രീതി ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്ന കർശന നിലപാടിലാണ് സർക്കാർ.